നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കാണപ്പെടുന്നവയാണല്ലോ കാക്കകൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഇവയെ കാണാൻ സാധിക്കും. എന്നാൽ ഇലക്ട്രിക് ഷോക്കും മറ്റുമേറ്റല്ലാതെ ഇവയെ സ്വാഭാവികമായി ചത്തുകിടക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇവയെ ഇത്തരത്തിൽ ചത്ത നിലയിൽ കാണാത്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ വയസ്സായ കാക്കകൾ എവിടെ പോയാണ് ചാകുന്നത്? കാക്കകൾ മാത്രമല്ല, ഇത്തരത്തിൽ നമ്മുടെ തൊടികളിൽ കാണപ്പെടുന്ന ചില പക്ഷികളും അപൂർവമായി മാത്രമേ ചത്തുകിടക്കുന്ന രീതിയിൽ കാണപ്പെടാറുള്ളൂ. അത്തരത്തിൽ വയസ്സായും മറ്റും ചത്ത പക്ഷികളെ എന്തുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത്? ചാകാൻ നേരം ഇവയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. കാക്കകളെ മാത്രമല്ല, കോഴിക്കടയിലെ കോഴികളെയും മറ്റും ഒഴിച്ചു നിർത്തിയാൽ തന്നെ മറ്റു പക്ഷികളെയും ഷോക്കേറ്റും മറ്റുമല്ലാതെ ചത്ത നിലയിൽ കാണാൻ സാധിക്കില്ല. സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് 4 വർഷം വരെയാണ് ആയുസ് ഉണ്ടാവുക. എന്നാൽ സ്വാഭാവിക മരണങ്ങൾ പക്ഷികൾക്കിടയിൽ വളരെ കുറച്ച് മാത്രമാണ് സംഭവിക്കുന്നത് എന്നാണ് ബ്രിട്ടനിലെ പക്ഷി നിരീക്ഷണ കേന്ദ്രമായ RSPB അഥവാ റോയൽ സൊസൈറ്റി പ്രൊട്ടക്ഷൻ ഓഫ് ദ ബേർഡ്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട്. ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത് ആൽബ്രട്ടോസ് ഇനത്തിൽപ്പെട്ട പക്ഷികളാണ്. ഇവയ്ക്ക് ഏകദേശം 64 വർഷത്തിന് മുകളിൽ ആയുസുണ്ട്. പ്രായം 2 കഴിയുമ്പോൾ തന്നെ ചെറിയ പക്ഷികൾ മരണത്തോടടുക്കാറുണ്ട്. എന്നാൽ ഇണചേരൽ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്ക് പിന്നീട് ആയുസ് കൂടുതലായിരിക്കും എന്നാണ് RSPB ഗവേഷകർ പറയുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. പക്ഷികൾ എവിടെ പോയാണ് ചാകുന്നത്? പറക്കുന്നതിനിടയിൽ ചത്തു വീഴുകയല്ല ഇവ ചെയ്യുന്നത്. കൂടുതൽ പക്ഷികളും അവരുടെ അവസാന നാളുകൾ അടുത്തുവെന്ന് മനസ്സിലാക്കി ഏകാന്തവാസത്തിലേക്ക് പോവുകയാണ് പതിവ്. മറ്റ് പക്ഷികളെയും മനുഷ്യരെയും ഒഴിവാക്കി ഏകാന്തവാസത്തിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയാണ് ഇവർ ചെയ്യുന്നത്. കുറ്റിക്കാടുകളോ മരത്തിന്റെ പൊത്തുകളോ ആണ് ഇവ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കാറുള്ളത്. എന്നാൽ ചത്ത പക്ഷികളുടെ ശരീരം എവിടെയാണ് പോകുന്നത്? പറക്കാൻ കഴിയുന്നവ ആയതുകൊണ്ട് തന്നെ പക്ഷികളുടെ ശരീരഭാരം വളരെ കുറവാണ്. ഭാരം കുറഞ്ഞ അസ്ഥികളും തൂവലുകളുമാണ് ഇവയ്ക്ക് കൂടുതലായി ഉള്ളത്. മാംസം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചത്തുപോകുന്നതോടെ ഇവയുടെ മാംസം വളരെ വേഗത്തിൽ തന്നെ അഴുകിയില്ലാതെയാകുന്നു. ശരീരത്തിൽ കൂടുതൽ മാംസമുള്ള ജീവികളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്നാണ് ഈ പ്രക്രിയ നടക്കുന്നത്. ഇത്തരത്തിൽ ലഭിക്കുന്ന ഇവയുടെ ശരീരഭാഗങ്ങൾ പട്ടി, പൂച്ച തുടങ്ങിയ ജീവികൾ ഭക്ഷണമാക്കാറുമുണ്ട്. അതുപോലെ തന്നെ രോഗബാധിതരാകുമ്പോൾ പക്ഷികൾ വിശ്രമത്തിലേക്ക് കടക്കാറുണ്ട്. മരത്തിന്റെ പൊത്തുകളിൽ ഒതുങ്ങിയിരിക്കുന്നതും മണ്ണിനുള്ളിൽ പക്ഷികൾ പതുങ്ങിയിരിക്കുന്നതും ഇതിന്റെ ഭാഗമാണ്. ഇനി കാക്കകളുടെ കാര്യമെടുത്താൽ ചത്ത കാക്കകളെ പുറത്തു കാണാത്തതിന്റെ കാരണവും ഇതുതന്നെയാണ്. എന്നാൽ വയസ്സായ കാക്കകളെ മറ്റു കാക്കകൾ കൂട്ടം ചേർന്ന് കൊത്തിക്കൊല്ലാറുണ്ട് എന്നൊരു വാദം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇതിന് ശാസ്ത്രീയമായി യാതൊരു തെളിവുമില്ല എന്നതാണ് സത്യം. പൊതുവെ കാക്കകൾക്ക് ആയുസ് വരുന്നത് 7 മുതൽ 22 വർഷം വരെയാണ്. കൂടാതെ കാക്കകൾക്ക് സാമാന്യം വലിപ്പമുള്ളതുകൊണ്ട് തന്നെ ഇവയുടെ ചത്ത ശരീരം കിട്ടിയാൽ അത് ഭക്ഷണമാക്കുന്ന ജീവികളും ഏറെയാണ്. കാക്കകളെ നമ്മൾ അകറ്റി നിർത്തുമെങ്കിലും പക്ഷികളുടെ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിശാലികളാണ് കാക്കകൾ. എന്തിന് ഏറെ പറയണം, മനുഷ്യരുടെ മുഖം ഓർത്തുവെക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. പ്രത്യേകിച്ച് തങ്ങൾക്ക് നന്മ ചെയ്തവരെയും ദ്രോഹം ചെയ്തവരെയും ഇവ പ്രത്യേകം ഓർത്തുവെക്കാറുണ്ട്. തങ്ങളുടെ കൂട് തകർത്തവരെ കാക്കകൾ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച സംഭവങ്ങളും നിരവധിയാണ്. ഇതോടൊപ്പം തന്നെ വൈരാഗ്യം മറ്റ് കാക്കകളുമായി ഇവ പങ്കിടാറുമുണ്ട്. ചില സമയങ്ങളിൽ കാക്കകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ഏതായാലും ചത്ത കാക്കകളെയും മറ്റ് പക്ഷികളെയും എന്തുകൊണ്ടാണ് കാണാത്തത് എന്നതിനെപ്പറ്റി ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ഇതിൽ മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.